ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഒന്ന് നോക്കുന്നത്. മാത്സിൽ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. വളരെ വേഗത്തിൽ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 20 - 6 ഡിവിഷൻ 2 × 3 ഈസ് ഈക്വൽ ടു ഡാഷ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇങ്ങനെ ഇവിടെ ഒരു മൈനസ് സൈനുണ്ട്, ഡിവിഷൻ്റെ സൈനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ സൈനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിവിഷൻ്റെ സൈനാണ് നമ്മൾ ആദ്യം ചെയ്യുക, അറിയാം നിങ്ങൾക്ക്. അപ്പോൾ 20 - 6/2 എന്ന് പറയുന്നത് 3 × 3. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ മൈനസും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഈ ഒരു സൈനാണ് ആദ്യം ചെയ്യുക. അപ്പോൾ 20 - 9 ഈസ് ഈക്വൽ ടു 11. ഓപ്ഷനിൽ 11 ഉണ്ട്. ക്ലിയർ? 11 നമ്മുടെ ആൻസർ. അടുത്ത നോക്കാം. ഇവിടെ നോക്കാം 0.04 × 0.9. ഇതിന് വേണ്ടി നമ്മൾ ആദ്യം 9നെയും 9നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 9 × 4 അല്ലെങ്കിൽ 4 × 9 എന്ന് പറയുന്നത് 36. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സംഖ്യകളുണ്ട്. 1, 2. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു സംഖ്യയുണ്ട് അല്ലേ. ഇപ്പോൾ രണ്ടും കൂടെ 2 + 1 3 സംഖ്യകൾ ടോട്ടലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3 സംഖ്യകൾ എടുക്കണം. 1, 2 2 സംഖ്യകളേ ഉള്ളൂ. ഒരു 0 വിട്ട് 3 ആക്കാം. 2 + 1 3 സംഖ്യകളുള്ളത് കൊണ്ട് ഇവിടെ 3 സംഖ്യകൾ വേണം. 2 ഉള്ളൂ. നമ്മൾ ഫ്രണ്ടിൽ 0 വിട്ട് 1, 2 3 സംഖ്യയായി പോയിൻ്റ് ഇടാം. 0.036 നമ്മുടെ ആൻസർ അതാണ്. ഇതാണ് 0.036. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/5 ഡിവിഷൻ 4/5. നമ്മളെങ്ങനെ ചെയ്യുക? 1/5 ഡിവിഷൻ നമുക്ക് അത്ര പരിചയമില്ല, അതുകൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലിക്കേഷൻ സൈനാക്കി മാറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 4/5 അതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കും. അപ്പോൾ 5 മുകളിൽ പോകും, 4 താഴെ വരും, 5 5 കട്ട് ചെയ്യും. നമുക്ക് 1/4 എന്ന ആൻസർ ചെയ്യും. ഓപ്ഷനിൽ 1/4 ഉണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക, 12, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളതിൻ്റെ എൽസ്യമാണ് കാണേണ്ടത്. ഒന്ന് ഓർത്ത് വെക്കുക. 12, 15, 20 ഇതിൻ്റെ എൽസ്യം കാണണം. എൽസ്യം കാണാൻ നമ്മളിപ്പോഴും പ്രൈം നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 6 12. 15നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല, അതിന് മാറ്റം വരുത്തേണ്ട, അങ്ങനെ തന്നെ എഴുതാം. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 × 10 20. ഓക്കെ അല്ലേ? ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 3 6. 15നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് അങ്ങനെ തന്നെ കിടന്നോട്ട്. 2 5 10 5ആയി. ഇനി നമുക്ക് അടുത്ത പ്രൈം നമ്പർ 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 1 3 3 5 15. 5നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ. അടുത്ത 5 അടുത്ത പ്രൈം നമ്പർ. 5 കൊണ്ട് ചെയ്യാം. 1 1 1. നമുക്ക് ഏത് സംഖ്യ കിട്ടി? ഇതാണ് 2 × 2 × 3 × 5. നമുക്ക് അങ്ങനെ എഴുതാം. എന്താണ് എൽസ്യം എന്ന് പറയുന്നത്? 2 × 2 × 3 × 5. 2 × 2 4. നമുക്ക് എൽസ്യം എന്ന് എഴുതാം. LCM. ഓക്കെ. ഇപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽസ്യം 2 × 2 × 3 × 5. 2 2 4 4 3 12 12 5 60. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ 60 ആണ്. ഓപ്ഷനിൽ 60 ഉണ്ടോ? യെസ്, 60 ആണ്. അപ്പോൾ 60 ആണ് നമ്മുടെ ആൻസർ. വളരെ എളുപ്പമല്ലേ? നമുക്ക് ചെറിയ 4 ക്വസ്റ്റ്യൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആരോഹണ ക്രമത്തിൽ എഴുതിയ 3/4 1/4 1/2. ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമായിട്ട് വലിയ പ്രശ്നമായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, 3/4 എന്ന് പറയുന്നത് മുക്കാലാണ്. 1/4 എന്ന് പറയുന്നത് കാലാണ്. 1/2 എന്ന് പറയുന്നത് അരയാണ്. അപ്പോൾ ഏറ്റവും ചെറുത് കാല്, പിന്നെ അര, പിന്നെ മുക്കാൽ. കാല്, അര, മുക്കാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത നോക്കാം. ചുവടെയുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ്ഗമല്ലാത്ത, ഇങ്ങനെ നോക്കണ്ടേ, 1 പൂർണ്ണവർഗ്ഗമാണ്. 1 × 1ൻ്റെ സ്ക്വയർ 1 വരില്ല. അപ്പോൾ 1 പൂർണ്ണവർഗ്ഗമാണ്. ഇനി ഇവിടെ നോക്കുക, പിന്നെ 10 പൂർണ്ണവർഗ്ഗമാണോ? ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, പിന്നെ 4 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം പൂർണ്ണവർഗ്ഗമല്ലാത്തത് 10 ആണ്. ഇനി വേറൊരു രീതിയിൽ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കണ്ടേ, 100. 100ൽ എത്ര പൂജ്യമുണ്ട്? 100ൽ 2 പൂജ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗം ഉറപ്പായിട്ട് എന്തായിരിക്കും? ഇതിൻ്റെ വർഗ്ഗമൂലം 10 ആയിരിക്കും. അല്ലെങ്കിൽ 10ൻ്റെ സ്ക്വയറാണ് 100. അതായത് ഇവിടെ ഒരു പൂജ്യം ഉണ്ടെങ്കിൽ സ്ക്വയറിൽ 2 പൂജ്യം. അപ്പോൾ 10ൻ്റെ സ്ക്വയറാണ് 100. ഇവിടെ നോക്കാം, ഇവിടെ എത്ര പൂജ്യമുണ്ട്? 1 2 3 4. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം 100ൻ്റെ സ്ക്വയറാണ് 10,000. ഇവിടെ 2 പൂജ്യം ഉണ്ടെങ്കിൽ സ്ക്വയറിൽ 4 പൂജ്യം ഉണ്ട്. ഇതിൻ്റെ ഇരട്ടി പൂജ്യം ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 10 ആണ് പൂർണ്ണവർഗ്ഗം അല്ലാത്തത്. ഇവിടെ നോക്കാം, ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 625. 625 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ 25/11 ഇൻറ്റു 14/25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ഇനി ഇൻറ്റു 11/196 എന്ന് പറയുന്നത് 14ൻ്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? 14 14 വെട്ടിപ്പോവും, 11 11 വെട്ടിപ്പോവും. 25ന് 5 കൊണ്ട് വെട്ടിയാൽ 5 5 5 25. നമ്മുടെ ആൻസർ 5 ആണ്. വളരെ എളുപ്പമല്ലേ? ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോയിടും. 52.7നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.527 കിട്ടും? നോക്കാം. ഇവിടെ
527 527. അപ്പോൾ ഉറപ്പാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കാം. നമുക്ക് എഴുതാം 52.7. ഈ ഡിവിഷൻ്റെ ചിഹ്നത്തിന് പകരം ഞാൻ ബൈ ഞാൻ എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? ഈ ഈക്വൽ 0.527. നിങ്ങൾ ആലോചിക്കുക, 52.7 ആയിരുന്ന സംഖ്യ 0.527 ആയിട്ട് മാറി. അതായത് ഈ പോയിൻ്റ് ഇങ്ങോട്ട് മാറി. ഇവിടെ വന്നപ്പോൾ ഒരു സ്ഥാനം മാറി, ഇവിടെ വന്നപ്പോൾ 2 സ്ഥാനം മാറി അല്ലേ? ഇപ്പോൾ 2 സ്ഥാനം മാറണമെങ്കിൽ എക്സിൻ്റെ വില എത്രയാകണം? എക്സിൻ്റെ വില എത്രയാകണം? എക്സിൻ്റെ വില 100 ആകണം അല്ലേ? അതായത് 52.7നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 0 ഉണ്ട്, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ പോയിൻ്റ് ഈ 2 0 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം മാറും. 1 2 സ്ഥാനം മാറി. ഇതൊക്കെ 0.527 കിട്ടും. അതായത് ആൻസർ 100. വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തില്ല 8 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതേപോലെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.